യാസ്മേ, നിങ്ങളുടെ പല സോഷ്യൽ മീഡിയയിൽ റീസെൻ്റ്ലി കണ്ടൊരു പോസ്റ്റിൽ റൂളിംഗ് ഫാമിലി സ്പോൺസർഷിപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കമ്പനി ഒരു റൂളിംഗ് ഫാമിലി സ്പോൺസറോട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അല്ലേ, കിൽട്ടൺ ബിസിനസ് സെറ്റപ്പ്. 25 വർഷം അല്ലേ? അപ്പോൾ അതെന്താണ് ആക്ച്വലി അത് മറ്റുള്ളവർക്ക് ലഭ്യമാണോ? അതിനെക്കുറിച്ചൊന്നും അറിയാനായിട്ടൊക്കെ ഒരു താല്പര്യം. റിയാസ് ഭായ് ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ഉള്ള ആളുകളായിരിക്കും അത് കൂടുതലും ഹെൽപ്ഫുൾ ആകുന്നത് ഈ ടൈപ്പ് ഓഫ് ലൈസൻസ്? എൻ്റെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ആക്ച്വലി കിട്ടുന്നത്? ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരു UAE നാഷണലും ഇവരും തമ്മിലുള്ള വ്യത്യാസം, മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൽ ഓരോ മേഖലയിൽ വ്യത്യസ്തമായിട്ട് ആശയമുള്ള ആളുകളെയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഇതൊരു ബിസിനസ്സുകാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ്. അപ്പോൾ നിങ്ങൾക്ക് GCC കൺട്രീസിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈസൻസിങ്, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡുകളിൽ റിയാസ് ഭായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കിൽട്ടൺ ബിസിനസ് സെറ്റപ്പ് ഞങ്ങൾക്ക് അതിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഞാൻ റിയാസ് ഭായിയോട്ട് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 6 വർഷത്തിൽ കൂടുതൽ അല്ലേ, അതിൽ കൂടുതൽ ബന്ധമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് റിയാസ് ഭായിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ വളരെ സ്നേഹത്തോടുകൂടി വന്ന ഒരാളാണ്. അപ്പോൾ അത് നിങ്ങളോടൊരു നന്ദിയുണ്ട്. അപ്പം നമുക്കേ നിങ്ങൾ റിയാസ് ഭായ് നിങ്ങളുടെ പല സോഷ്യൽ മീഡിയയിൽ റീസെൻ്റ്ലി കണ്ടൊരു പോസ്റ്റിൽ റൂളിംഗ് ഫാമിലി സ്പോൺസർഷിപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കമ്പനി ഒരു റൂളിംഗ് ഫാമിലി സ്പോൺസറോട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അല്ലേ, കിൽട്ടൺ ബിസിനസ് സെറ്റപ്പ്. 25 വർഷം അല്ലേ? അപ്പോൾ അതെന്താണ് ആക്ച്വലി അത് മറ്റുള്ളവർക്ക് ലഭ്യമാണോ? അതിനെക്കുറിച്ചൊന്നും അറിയാനായിട്ടൊക്കെ ഒരു താല്പര്യം. അതിന് മുൻപ് ഇപ്പോൾ UAE ഒരു സ്പോൺസർ വെക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല, അതും കൂടി പറയണം. പക്ഷേ കിൽട്ടൺസിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു ബന്ധമുണ്ട്. കാരണം 25 വർഷമായിട്ട് അത്തരം പരസ്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പണ്ടത്തെ കാലത്ത് ഗൾഫ് ന്യൂസ്, ഖലീജ് ടൈംസിലൊക്കെ ചെറിയ പരസ്യങ്ങൾ സ്പോൺസർ ഇങ്ങനെ റൂളിംഗ് ഫാമിലി അവൈലബിൾ ആണെന്ന് പറഞ്ഞ് കൊടുത്ത് അത് വലിയ പരസ്യമായി അങ്ങനെ വന്ന് ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറി ആ പരസ്യം. അപ്പോൾ റൂളിംഗ് ഫാമിലിയുടെ ഒക്കെ സ്പോൺസർമാരുടെ 10-15 വർഷമൊക്കെ ആയിട്ട് പവർ ഓഫ് അറ്റോർണി ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു അഭിമാനമാണ്. നമ്മളാണ് ഈ സൈനസ് ഇന്ന ആൾക്ക് പകരം എന്ന് പറഞ്ഞ് ഞാൻ റിയാസ് റെപ്രസെൻറ്റേറ്റീവ് ആയി എൻ്റെ പവർ ഓഫ് അറ്റോർണി വെച്ചുകൊണ്ട് സൈനിങ് ഉണ്ട് എനിക്ക് അതോറിറ്റി. അപ്പോൾ ആ കാലഘട്ടം മുതൽ നമുക്ക് പ്രീമിയം ബിസിനസ് ചെയ്യുന്ന പലരും, ഈ ഫാക്ടറീസ് അല്ലെങ്കിൽ തടസ്സമുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് നമ്മൾ സ്പോൺസർ റൂളിംഗ് ഫാമിലി ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ആക്ച്വലി കിട്ടുന്നത്? ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരു UAE നാഷണലും ഇവരും തമ്മിലുള്ള വ്യത്യാസം, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ MP-മാർക്കൊക്കെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ട്, കേന്ദ്രമന്ത്രിമാർക്കൊക്കെ. അതുപോലെ ഇവർക്കും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ട്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ഇവർ ജനിക്കുമ്പോൾ തന്നെ റൂളിംഗ് ഫാമിലി ആയതുകൊണ്ട് അവർക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടോട് കൂടിയിട്ട് ജനിക്കുന്നു. അപ്പോൾ ഇവരുടെ പാസ്പോർട്ടിനകത്ത് റെഡ് കളർ പാസ്പോർട്ടാണ്, ഡിപ്ലോമാറ്റിക് എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ മെമ്പർ ഓഫ് റൂളിംഗ് ഫാമിലി ദുബായ് അല്ലെങ്കിൽ ഷാർജ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇത് അബുദാബിയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ടാണ്. സാധാരണ ലോക്കൽസിന് ഓരോ എമിറേറ്റ് ആണെങ്കിൽ ചെയ്യുന്നത്. അതെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രിവിലേജ് കിട്ടിയെന്ന് വിചാരിക്കാം. അവൻ എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനം തുടങ്ങി അതിൻ്റെ പ്രൊഫൈല് സബ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സ്പോൺസർ ഹിസ് ഹൈനസ് ഇന്ന ആളാണെന്ന് പറയുന്ന അത് അവർക്കൊരു വലിയ അഭിമാനമായി കൊണ്ടെടുക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡ് ലൈസൻസിനകത്തൊക്കെ ഷെയ്ക്കുന്നു പറഞ്ഞിട്ട് അവർ സബ്മിറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഒരു ഗവൺമെൻറ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ കോൺട്രാക്റ്റ് ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഇതാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഒരു പ്രിവിലേജ് ആണ്, വലിയ പ്രിവിലേജ് ആണ്. അത് അവർക്ക് അത് ആ ഒരു കിങ്ഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് അവരുടെ ആ ഒരു പ്രസൻസ് ആ ലൈസൻസിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന സഹായം വളരെ വലുത്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ആ ഷെയ്ക്ക് ഈ ബിസിനസിന്റെ ഭാഗമാകുകയാണോ ചെയ്യുന്നത്? അത് 2 തരത്തിലുണ്ട്. ഇപ്പം വലിയ വലിയ പ്രൊജക്റ്റുകളിലൊക്കെ ഒരു പാർട്ട്ണർ ആയിക്കൊണ്ട് തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്, വലിയ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പോൺസർഷിപ്പ് പോലെ ഇയർലി ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആ രീതിയിൽ സ്പോൺസർഷിപ്പ് നിൽക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ 7 എമിറേറ്റുകളിലും, ഇപ്പം UAE സംബന്ധിച്ചത് അബുദാബിയിൽ അൽ നഹിയാൻ ഫാമിലി ഉണ്ട്, ദുബായിലെ അൽ മക്തൂം, ഷാർജയാണെങ്കിൽ അൽ കാസിമി, റാസൽ കെയ്മയിലും അൽ കാസിമി, ഫുജിയറിൽ അൽ ഷെർക്കി, ഉമുൽക്കോയിലെ അൽ മുഅല്ല, ഇങ്ങനെ തുടങ്ങിയ എല്ലാ റൂളിംഗ് ഫാമിലി സ്പോൺസറും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റിലായാലും ഈ എല്ലാ അതും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു കോൺസെപ്റ്റുമായിട്ട് വരികയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ബിസിനസ് കോൺസെപ്റ്റ് ഉണ്ട്.
എനിക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടുമോ? അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത് ആക്ച്വലി? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്തരത്തിലുള്ള ആവശ്യമുള്ള ഒരു ലൈസൻസ് ആണെങ്കിൽ മാത്രമേ ഞങ്ങളും റെക്കമെൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾ സാധാരണ ഒരു ലൈസൻസ് ഉണ്ടാക്കാൻ വരുന്ന ഒരാൾക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഈ ഒരു എക്സ്പെൻസിലേക്ക് പോകണ്ട എന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. സാധാരണക്കുള്ള എക്സ്പെൻസ് കൂടുതലാണ് അതിന് അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള പിന്നെ ഒരു വാല്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഡിഗ്നിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോ പൊസിഷൻ ഇരിക്കുന്ന അതിനനുസരിച്ചിരിക്കും അവരുടെ ചാർജ് എന്ന് പറയുന്നത് ആണല്ലേ. അപ്പോൾ അത് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുക. റിയാസ് ഭായ് ഇപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ഉള്ള ആളുകളായിരിക്കും അത് കൂടുതലും ഹെൽപ്ഫുൾ ആകുന്നത് ഈ ടൈപ്പ് ഓഫ് ലൈസൻസ്? എൻ്റെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഇൻഡസ്ട്രിയൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, വോളിയം ഓഫ് ബിസിനസ്. അത് കൂടാതെ തന്നെ UAE സംബന്ധിച്ചിടത്തോളം കോൺട്രാക്ടിങ് ബിസിനസ്സിലുള്ള ആളുകൾ, പിന്നെ ഞാനൊക്കെ സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് പ്രൊജക്റ്റ് കിട്ടിയതായിട്ടും അവർ ആ സന്തോഷം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും എന്നേക്കാൾ കൂടുതൽ ബന്ധം അവർ സ്പോൺസർമാരായിട്ടുണ്ട്. നമ്മളൊരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാൻ പാടില്ലെന്ന് വാശി പിടിക്കാറില്ല. ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് പോയി ചെയ്യാവുന്ന രീതിയിലാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ റൂളിംഗ് ഫാമിലി മെമ്പേഴ്സൊക്കെ ഓഫീസിൽ വിസിറ്റ് ചെയ്യുന്നതും ഈവൺ ആദ്യത്തെ 10 പേര് വരുമ്പോഴുള്ള വലിയ ആളുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിയിൽ തന്നെ പറയാൻ റൂളറോട് അടുത്ത ബന്ധമുള്ള ആളുകളെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആണല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതുപോലുള്ള ലൈസൻസിലേക്ക് പോകാനൊക്കെ നിങ്ങൾ സഹായിക്കും അല്ലേ? ഓക്കെ. ഒരു ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇവരെന്തൊക്കെ ക്രൈറ്റീരിയ ആയിരിക്കും എൻ്റെ നോക്കുന്നത് റിയാസ് ഭായ്? നിങ്ങളാണല്ലോ അതിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരെയും മിഡിലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രൊഫൈല് നല്ല രീതിയിൽ ഉള്ള ആളുകൾക്കാണ് നമ്മളും അത് പ്രിഫർ ചെയ്യാറ്. ആളുകളെ കൊടുക്കുന്ന സമയത്ത് തന്നെ പിന്നെ നമ്മളോടൊരു ട്രസ്റ്റ് ഉണ്ട്, നമ്മളത് മോശമായിട്ടുള്ള ഒരാളെ കൊടുക്കില്ല എന്നുള്ളത്. ഇതുവരെ അങ്ങനെ പർസൺ സഹായിച്ച് നല്ല രീതിയിൽ കൊടുക്കാനേ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉപകാരപ്പെടുമ്പോഴാണ് നമുക്കും ഒരു സന്തോഷമാണ്. അവർ വളരുമ്പോൾ, അവരുടെ സഹായം കൊണ്ട് വളരുമ്പോൾ. പിന്നെ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എടുത്ത് പറയേണ്ടതുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, ഇപ്പം അങ്ങനത്തെ ഒരു ലൈസൻസ് കിട്ടുന്നതോടുകൂടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു വലിയൊരു ഇൻഡസ്ട്രിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, എനിക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പോസിബിലിറ്റീസ് അവർ ചെയ്യുമോ? അങ്ങനെ ചെയ്ത കേസുകളുണ്ട്. വെറും സ്പോൺസർ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരെ രീതി അനുസരിച്ചാണ്. പിന്നെ ചില ബിസിനസ്സിലൊക്കെ സ്പോൺസറായി വന്നുകൊണ്ട് ഇപ്പോൾ സ്പോൺസറായിട്ടുള്ള അവർ തന്നെ ആത്മബന്ധം വരുമ്പോൾ അവർ നേരിട്ട് തന്നെ ചോദിക്കും ഷെയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവരെ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്ത കേസുകളുണ്ട്. രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ ആളുകൾക്ക് ഫോർ എക്സാമ്പിൾ റൂളിംഗ് ഫാമിലി അല്ലേ, ലൈസൻസ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ റിയാസ് ഭായിനെ കോൺടാക്ട് ചെയ്ത് ഇതൊരു ഭയങ്കര വലിയൊരു സബ്ജക്റ്റാണ്. അതിനൊരുപാട് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് അതല്ലേ. അതൊക്കെ ഒരു പക്ഷേ നമുക്ക് ചെറിയൊരു വീഡിയോയിലൂടെ പറയാൻ പറ്റില്ല. എന്നാൽ ഡെഫിനറ്റ്ലി ഇനി ഇതല്ല, എന്ത് ദുബായ് റിലേറ്റഡ് ആയിട്ട് എന്ത് ബിസിനസ് ആവശ്യങ്ങൾക്കും റിയാസ് ഭായിനെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ടീമിനെ കോൺടാക്ട് ചെയ്യുക, ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ സഹായിക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ആൾക്കാർക്ക് ഉപകാരപ്രദമാണ് സബ്ജക്റ്റായിട്ടിരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.